നമസ്കാരം. വട്ടിയൂർക്കാവിലെ DGP അമ്മച്ചി അപമാനിതയായി ഒരു വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു. ഒന്ന് നോക്കണേ, ഈ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറഞ്ഞാൽ സംഘികളുടെ ഒരു ഹോബിയാണ്. അവരെ സംബന്ധിക്കുന്നിടത്തോളം DGP അമ്മച്ചി എന്ന് പറഞ്ഞാൽ അവർക്ക് നിരന്തരം പന്ത് തട്ടാനും അപമാനിക്കാനുമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു തോന്നുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തെ മസ്കറ്റ് ഹോട്ടലിൽ നേമം മണ്ഡലത്തിലെയും വട്ടിയൂർക്കാവിലെയും പൗരപ്രമുഖരെയെല്ലാം വിളിച്ചു വരുത്തി കേന്ദ്രമന്ത്രി S ജയശങ്കറാണ് ആ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് നേരിട്ട് ആ പരിപാടിയിൽ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായിട്ട് അദ്ദേഹം ആ യോഗത്തെ അഭിസംബോധന ചെയ്തു. അതിൽ നേമത്തെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനും വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീലേഖയും വിളിച്ചതിന് ശേഷം കേന്ദ്രമന്ത്രി S ജയശങ്കർ ആ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പേരെടുത്തു പറഞ്ഞ് അദ്ദേഹത്തെ വിജയിപ്പിക്കണം, വട്ടിയൂർക്കാവിന്റെയോ ശ്രീലേഖയുടെ പേരൊരക്ഷരം ഉരിയാടാതെ പോയപ്പോൾ അപമാനിതയാകുമില്ലേ? ഇത്രയും ആൾക്കാരെയൊക്കെ വിളിച്ചിരുത്തി വട്ടിയൂർക്കാവിലുള്ള ജനങ്ങളും ഇരിക്കുന്നു. അവരുടെ മുന്നിലേക്ക് ശ്രീലേഖയെ ജയിപ്പിക്കണമെന്നൊരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അമ്മച്ചി അപമാനിതയാകുമില്ലേ? അമ്മച്ചിയല്ല, ലോകത്ത് ഏത് മനുഷ്യരും വിളിച്ചു വരുത്തി ഇരുത്തിയതിനു ശേഷം തൊട്ടടുത്തിരുന്ന ആളെ മാത്രം ജയിപ്പിച്ചാൽ മറ്റത് എഴുതിത്തള്ളിയ കേസാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇറങ്ങിപ്പോയി മൊത്തം സീനാക്കിയത്. വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥി R ശ്രീലേഖയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ നാടകീയ സംഭവങ്ങൾ. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി S ജയശങ്കർ സ്ഥാനാർത്ഥിയുടെ പേര് പറയാത്തതോടെ ശ്രീലേഖ പിണങ്ങി ഓഡിറ്റോറിയത്തിന് പുറത്തേക്കിറങ്ങി. വേദിയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖ എഴുന്നേറ്റു പോയെന്ന് അറിഞ്ഞത്. ഈ മീറ്റിംഗ് നമ്മളുടെ ഏറെ ബഹുമാനായ ശ്രീലേഖാജിന്റെ ക്യാമ്പയിൻ മീറ്റിംഗ് ആണ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട്, അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ ശൈലജിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അതായത് R ശ്രീലേഖയ്ക്ക് വേണ്ടി നടത്തിയ ഒരു പരിപാടിയായിരുന്നു ഇത്. പക്ഷേ ഈ പരിപാടിയിൽ ജയശങ്കർ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് R ശ്രീലേഖയുടെ പേര് പരാമർശിക്കാതെ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കണം, അദ്ദേഹം വലിയ വ്യക്തിത്വമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ജയശങ്കർ പറഞ്ഞു. ശ്രീലേഖയുടെ പേരോ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെയോ പേരോ ജയശങ്കർ പ്രസംഗത്തിന്റെ ഒരു ഭാഗത്തും പറഞ്ഞതുമില്ല. ആ സമയത്ത് തന്നെ ഈ തരത്തിൽ ശ്രീലേഖ വലിയ അസ്വസ്ഥതയായിരുന്നു. അതിനുശേഷം ജയശങ്കർ പ്രസംഗം കഴിഞ്ഞ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നതിനിടയിൽ ആണ് ഈ ശ്രീലേഖ ഇറങ്ങിപ്പോയത്. ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം അറിഞ്ഞതുമില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് R ശ്രീലേഖയുടെ പരിപാടിയാണ്, അതുകൊണ്ട് R ശ്രീലേഖ നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് R ശ്രീലേഖ ഈ പരിപാടി വാക്കൗട്ട് ചെയ്ത് ഇറങ്ങിപ്പോയ കാര്യം തിരിച്ചറിയുന്നത്. ഈ സമയത്ത് പുറത്ത് BJP നേതാക്കൾ R ശ്രീലേഖയുമായി വലിയ തരത്തിൽ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സോമന്റെ നേതൃത്വത്തിൽ നേതാക്കൾ പല തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അവരെ തിരികെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആ സമയത്ത് R ശ്രീലേഖ പറയുന്നത്, ഇത് നേമത്തെ ആളുകളാണ്, പ്രമുഖ വ്യക്തികൾ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് നേമത്തെ ആളുകളാണ്, എന്റെ പേര് പരാമർശിക്കുന്നില്ല, എനിക്ക് ഈ സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മണ്ഡലത്തിലെ ആളുകളോട് വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു, എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അത് അവർ ശ്രീലേഖ ഡ്രൈവറോട് വണ്ടി എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എങ്ങനെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ DGP പരിവേഷം, കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP എന്ന ലേബലിലൊക്കെ എല്ലാവരും ആദരണീയരായി കണ്ടിരുന്ന, ബഹുമാനപൂർവ്വം കണ്ടിരുന്ന ഒരു സ്ത്രീക്ക് അവരുടെ അധികാരമോഹം, പണമോഹം എല്ലാം കൊണ്ട് അവർക്ക് സംഭവിച്ചിരിക്കുന്ന ആ വീഴ്ച നോക്കി എന്തോരം അപമാനിക്കപ്പെടുന്നു. ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം സംഘപരിവാറുകാർ, മാധ്യമങ്ങൾ നിൽക്കുകയാണ്, ആ അപമാനിതയായതിൻ്റെ പ്രകടിപ്പിക്കരുത്, വരൂ എന്ന രീതിയിൽ തിരിച്ചു വിളിച്ചു കൊണ്ടുവരികയാണ്. ആ സന്ദർഭത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ പോലും ഇവിടെ നിന്ന് ഇവർ ഇറങ്ങിപ്പോയ കാര്യം അറിഞ്ഞില്ല. രാജീവ് ചന്ദ്രശേഖരൻ സംസാരിക്കാൻ എണീറ്റപ്പോൾ മുതലാളി കേന്ദ്രമന്ത്രി പറയാതെ വിട്ടുകളഞ്ഞ കാര്യത്തെ ഫില്ല് ചെയ്യാൻ വേണ്ടി, സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രീലേഖയുടെ പേര് വിളിച്ചിട്ട് പോയോ, എപ്പോഴേ വീടെത്തി എന്ന രീതിയിൽ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് നാണക്കേടാകുമെന്ന് അറിഞ്ഞപ്പോഴാണ് പോയി വിളിച്ചുകൊണ്ട് വന്നത്. ഈ മീറ്റിംഗ് നമ്മളുടെ ഏറെ ബഹുമാനായ ശ്രീലേഖാജിന്റെ ക്യാമ്പയിൻ മീറ്റിംഗ് ആണ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട്, അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ ശൈലജിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
ഒരു DGPക്കും ഈ ഗതികേട് വരരുതേ എന്ന് വേണം നമ്മൾ ആവർത്തിച്ച് പറയേണ്ടത്. കാര്യം ഏത് രീതിയിൽ നാട്ടുകാർ പരിഗണിക്കേണ്ട സ്ത്രീയായിരുന്നു. ഇന്നിപ്പോൾ നോക്കിയേ, സ്വന്തം പാർട്ടിക്കാരാൽ തന്നെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലെ കേന്ദ്രമന്ത്രിമാർക്ക് പോലും ജയിപ്പിക്കൂ എന്നൊരു വാക്ക് ആ നാട്ടിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യാൻ പോലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത്, രാജീവ് ചന്ദ്രശേഖരന്റെ പേര് വിട്ടുപോയില്ലല്ലോ. അതായത് അവർക്ക് പ്രാധാന്യമുള്ളവരെ കാര്യം അവർ പറഞ്ഞു, മറ്റത് ഏതോ ലോ ലെവൽ കേസ് അതിന്റെ കാര്യമൊന്നും പറയാൻ എനിക്ക് സൗകര്യപ്പെടില്ല എന്ന രീതിയിൽ ഈ രീതിയിൽ ഒരു വേദിയിൽ ഇരുത്തി അപമാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലെ ആ വികാരം വ്രണപ്പൊട്ടും. ഇറങ്ങിപ്പോയില്ലെങ്കിൽ ആ ഇരിക്കുന്നവരുടെ മുന്നിലിരുന്ന് കൂടുതൽ കൂടുതൽ അപമാനിതയാകേണ്ടി വരും. അതുകൊണ്ട് സ്വന്തം അഭിമാനത്തെ രക്ഷിക്കാൻ ഇറങ്ങി പോകേണ്ട സാഹചര്യം വന്നു. പിന്നീട് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നെങ്കിലും എന്താണ് തലസ്ഥാനത്തെ BJPക്കാരും കേന്ദ്ര നേതൃത്വവും എല്ലാം ഈ DGP അമ്മച്ചിക്ക് കൊടുത്തിരിക്കുന്ന വില എന്താണെന്ന് നാട്ടുകാർക്ക് കാണാവുന്നതാണ്. തലയ്ക്കുഴിഞ്ഞ് വട്ടിയൂർക്കാവിൽ കളഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും അവർക്ക് ജയിക്കണമെന്നുള്ള ആഗ്രഹം പോലും ഇല്ല. അങ്ങനെ കേന്ദ്രമന്ത്രിമാരെ കൊണ്ടൊരു വാക്കുപോലും പറയിച്ച് ഒരു വോട്ട് പോലും അധികം കിട്ടേണ്ട ആവശ്യമില്ല എന്ന് BJPക്കാർ തന്നെ ശ്രീലേഖയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ്. അവരെല്ലാം കൂടി ചേർന്ന് ഡീല് K മുരളീധരന്റെ പിന്നാലെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP നേമൻ ഡീലിന്റെ ഭാഗമായിട്ട് അവിടെ വെറും ഒരു പാവയായിട്ട് ശ്രീലേഖയെ നിർത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ രീതിയിൽ പരസ്യമായി അവരെ അപമാനിക്കാൻ കാരണമെന്ന് വേണം മനസ്സിലാക്കാൻ.